നമസ്കാരം. മെയ് 11 ജ്യോതിഷപ്രകാരം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസമാണ്. പല കാര്യങ്ങളിലും പ്രതികൂലമായ പല കാര്യങ്ങളും അനുകൂലമാകുന്നതായ ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ്. അത്തരം ചില കാര്യങ്ങൾ ചില ദോഷകരമായ ഫലങ്ങൾ നൽകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഇന്നേ ദിവസം ഇവരെ തേടിയെത്തും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ മേടം രാശിയിൽ വരുന്നവരാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇന്നേ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അനുകൂലമായ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസമായി തന്നെ മെയ് 11 പറയുവാൻ സാധിക്കും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാവുക, ആശ്വാസകരമായ നിമിഷങ്ങൾ കടന്നു വരിക, ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തുക, യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാണ്. പ്രതിസന്ധികളിൽ പലരും ഒപ്പം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ച മാറ്റങ്ങൾ തന്നെ കടന്നു വരും. സന്തോഷകരമായ നിമിഷങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിവർത്തിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. എല്ലാ തരത്തിലും നേട്ടങ്ങൾ കടന്നു വരാവുന്ന ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. എന്നാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തർക്കങ്ങൾ പ്രധാനമായും സംസാരവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനാൽ സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിങ്ങൾ കൈവയ്ക്കുന്നതായ മേഖലകളിൽ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തീരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. മികച്ച നേട്ടങ്ങളിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഇന്നേ ദിവസം ചില പ്രവൃത്തികൾ ചിന്തിക്കാതെ ചെയ്യുന്നതായ ചില പ്രവൃത്തികളാൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ പിന്നീട് തെറ്റാണ് എന്ന് തെളിയുന്നതുമാണ്. അതിനാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. ശ്രദ്ധയോടെ നീങ്ങുകയാണ് എങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാവുക, പല പ്രശ്നങ്ങളും പരിഹരിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന സമയം കൂടിയാണ് ഇന്നേ ദിവസം.
ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നടത്തിയെടുക്കുവാൻ സാധിക്കുകയോ അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് കടന്ന് വരികയോ ചെയ്യാം. മികച്ചതായ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ്. പല വിധത്തിലും മാറ്റങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ്. അത്തരം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ദിവസം കൂടിയാണ് വന്നു ചേരുക. മികച്ച ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സന്തോഷകരമായ ചില മാറ്റങ്ങൾ തേടിയെത്താം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷകരമായ ജീവിതം കടന്നു വരുന്ന ദിവസം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായി തീരുക, കഠിനാധ്വാനത്തിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ദിവസം തന്നെയാണ് മുൻപിലുള്ളത്. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും യാത്രകൾ നടത്തുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കങ്ങൾ സംഭവിക്കാം. ചിന്തിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതും ചിന്തിക്കാതെ സംസാരിക്കുന്നതും നിങ്ങൾക്ക് ദോഷമായി തീരാം. അതിനാൽ വന്നു ചേരുന്ന ഈ തിരിച്ചടികൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മീനം രാശി. പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ് മീനം രാശിയിൽ വരുന്നത്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസമായി തന്നെ ഇന്നേ ദിവസം മാറാം. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സാമ്പത്തിക അനുകൂലം, സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഗുണദോഷ സമ്മിശ്രമായ ചില കാര്യങ്ങളും സംഭവിക്കാം. അത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. അത്തരം ചില കാര്യങ്ങൾ എടുത്തു ചാടി തീരുമാനിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഉയർച്ച വന്നു ചേരാം. എന്നാൽ സുഹൃത്തുക്കൾക്കിടയിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. അനുകൂലമായ പല മാറ്റങ്ങളും വന്ന് ചേരാവുന്ന ദിവസം കൂടിയാണ് ഇന്നേ ദിവസം. അതിനാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.